നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ ഇന്ന് പ്രഹ്ലാദനെ ഹിരണ്യകശിപു ദ്രോഹിച്ചതിനെ കുറിച്ചാണല്ലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ഭാഗം പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. പ്രഹ്ലാദൻ പ്രശാന്തമായി പറഞ്ഞു, ഗൃഹസുഖമാണ് ജന്മസാഫല്യമെന്ന് വ്യാമോഹിച്ച് ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഇന്ദ്രിയങ്ങൾക്കടിമകളായി അനുഭവിച്ച വിഷയങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന വിഷയലോലുപരുടെ ബുദ്ധി ഒരിക്കലും ശ്രീകൃഷ്ണ ചരണങ്ങളിൽ പ്രവേശിക്കുകയില്ല. അവരോട് പറഞ്ഞിട്ടും ഫലമില്ല. എത്ര ഗുരുക്കന്മാർ ഉപദേശിച്ചാലും ഫലമില്ല. അവരുടെ ദുഷിച്ച മനസ്സ് ബാഹ്യ വിഷയങ്ങളിൽ അത്രത്തോളം ഉറച്ചുപോയി. അന്തര്യാമിയായ ശ്രീനാരായണനെ അന്വേഷിക്കാൻ അവർ മിനക്കെടാറുമില്ല. അവരെ നയിക്കുന്ന ഗുരുക്കന്മാരും വിഷയാന്തന്മാർ തന്നെ. പൊട്ടക്കണ്ണനെ നയിച്ച് രണ്ടുപേരും പൊട്ടക്കിണറ്റിൽ വീഴുന്നത് പോലെ ഗുരുവും ശിഷ്യനും വിഷയക്കുഴയിൽ വീണ് നശിക്കുന്നു. ഇതിനൊരു പോംവഴിയേ ഉള്ളൂ. ശ്രീഹരിയുടെ ഏകാന്ത ഭക്തരായ മഹാത്മാക്കളുടെ പാദധൂളിയെ ശിരസിൽ അഭിഷേകം ചെയ്യണം. അതുവരെ ബുദ്ധി സർവേശ്വര പാദത്തെ സ്പർശിക്കാറുമില്ല. അത്യന്തം ഹിതകരമായ ഈ വാക്കുകൾ ഹിരണ്യകശിപുവിന് കഠോരമായിട്ടാണ് തോന്നിയത്. അവന്റെ പുത്രസ്നേഹം അതോടെ അസ്തമിച്ചു. പ്രഹ്ലാദനെ മടിയിൽ നിന്നും ദൂരെ വലിച്ചെറിഞ്ഞു. കണ്ണുകൾ കനൽക്കട്ട പോലെ ചുവന്നു. സേവകന്മാരോട്, ഈ നീചൻ ഇനി ജീവിച്ചിരിക്കണ്ട, ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയുവിൻ. പെറ്റ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് ജന്മശത്രുവിന്റെ പാദങ്ങളെയല്ലേ ഈ അധമൻ സേവിക്കുന്നത്? ഇവൻ ഇനി എന്റെ പുത്രനേ അല്ല. സ്വദേഹത്തിൽ നിന്നുണ്ടായവയാണെങ്കിലും അഹിതം ചെയ്യുന്നവൻ പുത്രനല്ല. അവൻ ശരീരത്തിൽ ബാധിച്ച ഒരു രോഗമാണ്. നാശഹേതുക്കളായ അംഗങ്ങളെ നശിപ്പിക്കുക തന്നെ വേണം. അവ പോയാലേ ബാക്കി അംഗങ്ങൾക്ക് സൗഖ്യമുള്ളൂ. അതിനാൽ വിഷം കൊടുത്തോ, ഉറങ്ങുമ്പോഴോ, കൂടെ ഇരിക്കുമ്പോഴോ, ആയുധപ്രയോഗം ചെയ്തോ ഏതു വിധമെങ്കിലും ഇവന്റെ കഥ കഴിക്കുവിൻ എന്ന് കൽപ്പിച്ചു. കൽപ്പന അനുസരിച്ച് ഭയങ്കരമായ രാക്ഷസന്മാർ കുഞ്ഞു പ്രഹ്ലാദന്റെ മർമ്മങ്ങൾ തോറും മാരകായുധങ്ങൾ പ്രയോഗിച്ചു. പക്ഷേ അവരുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായി. കാരണം പ്രഹ്ലാദന്റെ മനസ്സ് പ്രിയ ഭഗവാനിൽ ഉറച്ചു നിന്നു. അപ്പോൾ ഭക്തന്റെ ദേഹരക്ഷ ഭഗവാന്റെ ഭാരമായി തീർന്നു. ശ്രീകൃഷ്ണനാകുന്ന കവചം ധരിച്ച ഭക്തപ്രഹ്ലാദനെ ക്ഷുദ്ര രാക്ഷസ പരീക്ഷകൾക്ക് അല്പവും വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് പരിഭ്രമമായി. തന്റെ അന്തകൻ പ്രഹ്ലാദൻ തന്നെയോ എന്ന് ഭയപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ കഴിയുന്നതും വേഗം സ്വപുത്രനെ കൊല്ലണമെന്ന് തന്നെ ദൃഢനിശ്ചയം ചെയ്തു. കൂറ്റം മതയാനികളെ കൊണ്ട് കുത്തിച്ചു, ക്രൂരസർപ്പങ്ങളെ കൊണ്ട് കടുപ്പിച്ചു, കൊടുമുടികളിൽ നിന്നും പാതാളത്തിലേക്ക് തള്ളിയിട്ടു, ഭൂമിയിൽ കുഴിച്ചിട്ടു, വിഷം കൊടുത്തു, പട്ടിണിയിട്ടു, മഞ്ഞുകട്ടമേൽ കിടത്തി, വരിഞ്ഞു കെട്ടി തീയിലിട്ടു, എന്തു തന്നെ ചെയ്തില്ല. പക്ഷേ പ്രിയഭക്തന്റെ ഒരു രോമത്തിനു പോലും കേടുവരാതെ ഭക്തവത്സരൻ കാത്തുരക്ഷിച്ചു. 3 ലോകങ്ങളെയും നടുക്കിക്കൊണ്ടിരുന്ന അസുര ചക്രവർത്തി തന്റെ പിഞ്ചു പൈതലിന്റെ മുമ്പിൽ നിഷ്പ്രഭനായിപ്പോയി. അവൻ അപാര ചിന്താവിഷയനായി താടിക്ക് കൈയും കൊടുത്തുപോയി. അപ്പോൾ പുരോഹിതന്മാർ പതുക്കെ അടുത്തു വന്ന് മന്ത്രിച്ചു, നാഥ, കേവലം ഭൂചലന മാത്രത്താൽ ലോകപാലന്മാരെയെല്ലാം ആട്ടിപ്പായിച്ച് 3 ലോകങ്ങളും അടക്കിയ അത്യുഗ്ര പരാക്രമിയായ നിന്തിരുവടി, ബുദ്ധിയുറയ്ക്കാത്ത ഒരു കൊച്ചു കുട്ടിയെ ചൊല്ലി ഇങ്ങനെ പാരവശ്യം കാട്ടരുത്. ഇത് അവിടുത്തെ സ്ഥിതിക്ക് പോരാത്തതാണ്. ഇവനെ തൽക്കാലം ഓടിപ്പോകാതെ വരുണപാശത്താൽ കെട്ടി സൂക്ഷിക്കാം. ശുഗു മഹർഷി വന്നിട്ട് ഉപദേശിക്കുന്ന പോലെ ചെയ്യാം. പിന്നെ കുട്ടിയല്ലേ, വിവരമില്ല. കുറച്ചുകൂടി പ്രായമായി യോഗ്യന്മാരായി സംസർഗം ചെയ്യുമ്പോൾ ഈ ദുർബുദ്ധി മാറി നന്നാവാനും മതി. ഹിരണ്യകശിപുവിന് ഈ അഭിപ്രായം സ്വീകരിക്കേണ്ടി വന്നു. ഒരിക്കൽ കൂടി ഗൃഹസ്ഥരായ രാജാക്കന്മാർക്ക് വേണ്ടി ധർമ്മമെല്ലാം നിഷ്കർഷിച്ചു പഠിക്കാൻ ആജ്ഞാപിച്ചു. ഗുരുക്കന്മാർ വീണ്ടും പ്രഹ്ലാദനെ കൊണ്ടുപോയി ഗൃഹധർമ്മങ്ങളെ തന്നെ അവർ ആവർത്തിച്ച് പഠിപ്പിച്ചു. കൃഷ്ണചിത്തനായ പ്രഹ്ലാദൻ അതെല്ലാം അസംബന്ധമാണെന്ന് അറിഞ്ഞു വിനയത്തോടുകൂടി കേട്ടിരുന്നു. ശ്രീകൃഷ്ണ ഭക്തന്മാരെ പോലെ ഭൂതഭയ ആർക്കുണ്ട്? കൃഷ്ണപ്രേമിയും ഉദാര ഗുണസമ്പന്നനുമായ പ്രഹ്ലാദൻ താൻ അനുഭവിച്ച കഠിന യാതനകളെക്കുറിച്ച് ഒട്ടും വ്യസനിച്ചില്ല. അത് ചെയ്തവരോട് ഒട്ടും ദേഷ്യവും ഉണ്ടായില്ല. എന്നാൽ വേറൊരു ചിന്ത മനസ്സിനെ വേദനിപ്പിച്ചു. താൻ അനുസൃതം അനുഭവിച്ചാസ്വദിക്കുന്ന ഭഗവതാനന്ദാമൃതം തന്റെ ചങ്ങാതിമാരായ ബാലന്മാർക്ക് കിട്ടുന്നില്ലല്ലോ. അവർ എത്രയോ കോടി ജന്മങ്ങളായി മായാ അന്ധകാരത്തിൽപ്പെട്ട് സംസാര ക്ലേശം അനുഭവിക്കുന്നു. ഈ നിലയിൽ തന്നെ തുടർന്നാൽ അവസാനമില്ലാതെ ജനിച്ചും മരിച്ചും ദുരിതമെന്ന് അനുഭവിക്കേണ്ടി വരും. ഇവരെ താനല്ലാതെ ആരുണ്ട് ഉദ്ധരിക്കാൻ? ഈ ചിന്ത ആ മഹാത്മാവിന്റെ ഹൃദയത്തെ വാട്ടി അവരെയും കരകയറ്റണമെന്ന് നിശ്ചയിച്ചു. ഒരു ദിവസം പഠിപ്പ് കഴിഞ്ഞ് ഗുരുക്കന്മാർ കൃത്യാന്തരത്തിൽ പെട്ടിരുന്നപ്പോൾ കൂട്ടുകാർക്കെല്ലാം വിളിച്ചു വരുത്തി. ആ കുഞ്ഞുങ്ങൾ അസുര സന്താനങ്ങൾ തന്നെയാണെങ്കിലും അവരുടെ ബുദ്ധി ദുഷിക്കാൻ ഇടവരാതെ നിർമ്മലമായി തന്നെയിരുന്നു. അവർക്കെല്ലാം പ്രഹ്ലാദൻ പ്രിയനായിരുന്നു.
അതിനാൽ അവർ കളിമതിയാക്കി ചുറ്റും വന്നിരുന്നു. പ്രഹ്ലാദനിൽ കണ്ണും കരളും അർപ്പിച്ച് അവൻ പറയുന്നത് കേൾക്കാൻ ബദ്ധശ്രദ്ധരായിരുന്നു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി, നമസ്കാരം.